യഥാർത്ഥത്തിൽ ഈസാ നബി എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ പ്രവാചകനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഹുവല്ലദീ യതവഫാക്കും ബില്ലൈൽ എന്ന് പറഞ്ഞത്, അവൻ നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇയാൾ ഇതിന് അർത്ഥം പറഞ്ഞ് ഇപ്പം എന്തേക്കാരം പറയാന്നുള്ളതാണ്. നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. വഇന്നഹു ലഇൽമുൽ ലിസ്സാ, ഖുർആൻ പറഞ്ഞതാണ് ഈസാ നബിനെ കുറിച്ച് കണ്ട്. അദ്ദേഹം സാഅത്തിൻ്റെ ഒരു അറിവാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ് എന്ന നിലയ്ക്ക് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഖുർആൻ തന്നെ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്നത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇതൊക്കെ ഖുർആനിലുണ്ടായിട്ട് ആ പൊരുൾ ആൾക്കാർക്ക് കൊടുക്കാൻ ഇയാൾക്ക് നേരല്ല. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ചില ആളുകളെ വിശ്വസിക്കുക, ചിലവരെ ഒഴിവാക്കുക, അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ വിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തി എന്നും, അതുപോലെ തന്നെ ഒരു മടക്കം ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമെന്നും ഉള്ളതൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ ഇതിനൊക്കെ നിഷേധിക്കുന്ന, ഖുർആനിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ദുർവ്യാഖ്യാനവും ഒരു നിഷേധവുമാണ് നമ്മൾ കാണുന്നത്. ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഈസാ നബി എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ പ്രവാചകനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. ഇത് ഖുർആൻ പറയുന്നതാണ്. മാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസാ നബിയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. അതിൻ്റെ അർത്ഥം മരിച്ചിട്ടില്ല എന്നല്ലല്ലോ. ഒരാളെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊന്നിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. കുരിശിലേറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുരിശിലേറ്റി കൊന്നിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഈസാ നബി മരിച്ചിട്ടില്ല എന്നതിന് അർത്ഥമില്ല. കൊന്നിട്ടില്ല, കുരിശിലേറ്റി കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. ഈസാ നബി സ്വാഭാവികമായ മരണം നടന്നിട്ടുണ്ട് എന്നാണ് ഈ തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു തന്നിലേക്ക് ഉയർത്തി എന്ന് പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഈസാ നബിയുടെ മഹത്വം ഉയർത്തി എന്നുള്ളത് മാത്രമാണ്. കണ്ടല്ലോ, ഇത് ഈ ഒരു വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ ഈ നിഷേധങ്ങളും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളുമെല്ലാം യഥാർത്ഥത്തിലൊരു മതനിഷേധത്തിലേക്ക്, പ്രമാണങ്ങളെ നിഷേധിക്കുന്നതിലേക്ക്, ഹദീസ് നിഷേധത്തിലേക്കൊക്കെ ജനങ്ങളെ തള്ളിവിടുന്ന രൂപത്തിൽ അത്തരത്തിലൊരു കുപ്രസിദ്ധനായ ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന് പിന്നെ ആയത്തിൻ്റെയൊക്കെ തഫ്സീറും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്ത് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഷബീസുലായി അതൊന്ന് വിശദീകരിച്ചാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യന് എന്താക്കിയത്, ഇങ്ങനെ ഒരു കളവ് പടച്ചുവിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, സ്വഹാബിമാരുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത ഒരാൾ, അങ്ങനത്തെ ഒരാൾ മുഫസ്സിരീങ്ങളുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത് അതൊരു അത്ഭുതമല്ല. കാരണം എല്ലാ മതവും, സർവ്വമതം സത്യമാണെന്ന് ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയാൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബി പറയാത്ത കാര്യങ്ങൾ ഷിയായിസത്തിനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള കെട്ടുകഥകൾ നബി പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ. അതുപോലെ തന്നെ ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ ഹദീസ് നിഷേധികളായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് അയാൾ. അപ്പോൾ ഇയാളെപ്പോലത്തെ ആളുകൾ സത്യം പറയുമ്പോൾ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആയത്തിന് ഇപ്പോൾ മുഫസ്സിരീങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും മുൻകാല കാലഘട്ടത്തിൽ ജീവിച്ച അതിവിശാലമായിക്കൊണ്ട് തഫ്സീറുകൾ എഴുതുന്ന മുഫസ്സിരീങ്ങൾ, അവരൊരു ആയത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് വിമർശകർ വരെ എന്തു പറഞ്ഞു എന്ന് വരെ എന്താക്കും, തഫ്സീറിൽ പറയും, ഉദ്ധരിക്കും. എന്നിട്ട് അവസാനം വന്നിട്ട് അതിനുള്ള മറുപടി അവർ പറയും. അപ്പോൾ ഇത്തരത്തിൽ ചില തഫ്സീറുകളിൽ വന്നിട്ടുള്ള ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ഭാഗത്തെടുത്തിട്ടാണ് ഈ മനുഷ്യനെന്താക്കിയത്. ഇതാണ് മുഫസ്സിരീങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കലാണ്, യഥാർത്ഥ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇപ്പോൾ ഈസാ നബി മരിച്ചു എന്ന് വാദിച്ച ആളുകളിൽ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദിയാനികളാണ്.
ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈസാ നബി മരിച്ചു എന്ന് പറയാന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഈസാ നബി മരിച്ചത് കശ്മീരിലാണ്. അതുകൊണ്ട് കാശ്മീരിൽ എന്തുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ദർഗ വരെ എപ്പോഴും ഉണ്ടെന്നാണ്. അപ്പോൾ അത് ഒരു ദർഗ വ്യവസായവുമായി നടക്കുന്ന ആളുകളൊക്കെ അവിടെ എന്താക്കാറുണ്ട്, പോകാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. ഈസാ നബിയുടെ ദർഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ ദർഗ അവിടെ ഉള്ളത്. അപ്പോൾ ഈ വാദം ഒന്ന് ഖാദിയാനികളുടെ വാദമാണ്. രണ്ടാമത്തത് ഈ ചർച്ചയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 രൂപത്തിൽ ഈ കാര്യത്തെ പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ മുസ്ലിമീങ്ങളിലേക്ക് തന്നെ ചേർത്തിയാണ് നമ്മളിത് പറയേണ്ടത്, മറ്റാരുമല്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാം എന്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. തഫ്സീറുകളിലെ ചർച്ച ഉള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുത്തവഫീക വറാഫിഉക ഇലയ്യ എന്നാണ്. അപ്പോൾ മുത്തവഫീക എന്നുള്ളതിന് മുത്തവഫീക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ മരിപ്പിക്കുന്നു അല്ലെങ്കിൽ മരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ തവഫ എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ മൗത്തി എന്നുള്ള അർത്ഥത്തിലാണ് ചില ആളുകൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അത് എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവഫ എന്ന് പറഞ്ഞ ഈ പദപ്രയോഗത്തിന് മഅനാഹു അൽ ഖബ്ൽ അത് പിടിക്കുക എന്നുള്ള അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മഹാനായ ഇബ്നു ജരീർ തൊബരി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ ആ ഖബ്ൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇതാക്കിയിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഖബ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നി എന്താ ഖാബിലുക മിൻ ആലമിൽ അർളി ഇല ആലമിസ് സമായി വ അൻത ഹയ്യുൻ വ റാഫിഉക ഇലയ്യ എന്നാണ് ഇമാം തൊബരിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഞാൻ നിന്നെ ഈ ഭൂമിയിൽ നിന്നും പിടിക്കുന്നു, അങ്ങോട്ട് പിടിക്കേണ്ടത് ആകാശത്തേക്കാണ്, നീ ജീവനുള്ളവനാകുന്നു, വ അൻത ഹയ്യുൻ വ റാഫിഉക ഇലയ്യ നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം എന്നാണ് ഇമാം തൊബരി റഹിമഹുല്ല പറഞ്ഞത്. അതായത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ജീവനോട് കൂടി ഉയർത്തുന്നു, ആ നിലക്ക് പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഖബ്ലി എന്ന് പറഞ്ഞതെന്നാണ്. ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൽ മുറാദ ബിദാലിക വഫാത്തുൻ നൗമാണ്. അതായത് ഉറങ്ങുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഉറങ്ങുന്ന ആളുകളെ കുറിച്ച് മരിച്ചു എന്നുള്ള പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഫാത്തുൻ നൗമാണ്. ലി അന്ന നൗമ യുസമ്മ വഫാത്ത്. അതായത് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉറങ്ങുന്ന അവസ്ഥയിൽ എന്താക്കിക്കാണ് ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഉറങ്ങുന്ന അവസ്ഥയിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വഫാത്ത് എന്നുള്ള പദപ്രയോഗം മാത്രം. കാരണം എന്താ വെച്ചാൽ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹുവല്ലദീ യതവഫാക്കും ബില്ലൈൽ എന്ന് പറഞ്ഞത്, അവൻ നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇയാൾ ഇതിന് അർത്ഥം പറഞ്ഞ് ഇപ്പോൾ എന്തേക്കാരം പറയാന്നുള്ളതാണ്, നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പാടില്ല, പകല് എണീക്കാൻ പറ്റില്ല. മാത്രമല്ല അള്ളാഹ് ആ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്റാ ഇല അജ്ലിൻ മുസമ്മ. അത് രാത്രി അള്ളാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ പിന്നീട് എന്താവും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ആത്മാവിനെ പിടിച്ചു വെക്കും. അതല്ല മരണം വിധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിനെ തിരിച്ച് പറഞ്ഞേക്കുന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ എന്താ പറഞ്ഞ യതവഫ എന്നാണ്, യതവഫൽ അൻഫുസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മുഫസ്സിരീങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ആദ്യം പറഞ്ഞ അഭിപ്രായം ശരിയല്ല, ഏത് മരിച്ചു എന്ന് പറഞ്ഞ അഭിപ്രായം ശരിയല്ല. ഈ 2 അഭിപ്രായങ്ങൾ അതിന് ശേഷം വന്നിട്ട് 2 അഭിപ്രായങ്ങളാണ് ശരിയായ അഭിപ്രായങ്ങൾ. ഒന്നെന്താണ്, ജീവനോടെ ഇങ്ങനെ പിടിച്ചിട്ട് ആകാശത്തേക്കാണ് കൊണ്ടുപോയി, പിടിച്ചു എന്നുള്ള എടുത്തു എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുന്ന അവസ്ഥയിലായിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തി. ആ ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിച്ച അവസ്ഥയല്ല, സാധാരണ നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉയർത്തിയത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അൽ ഖൗലാനി അൽ അഖീറാനി അർജഹു മിനൽ ഖൗലിൽ അവ്വൽ, ഒന്നാമത് പറഞ്ഞ ഖൗലിനേക്കാൾ റാജിഹായിട്ടുള്ള ഏറ്റവും എന്താണ് സ്ഥിരീകരിക്കാൻ യോഗ്യമായിട്ടുള്ളത് അത് രണ്ടാമത് പറഞ്ഞ 2 കൗലുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനെ നമ്മൾ ഖുർആൻ കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. രണ്ടാമത്തെ ഇയാൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹം ഹദീസിനെ നിഷേധിക്കുന്ന ആളായതുകൊണ്ട് ഇയാൾക്ക് ഹദീസ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇയാൾ എടുക്കുന്ന ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹദീസും അതുപോലെ തന്നെ ഈ ഖാദിയാനികൾ ഉണ്ടാക്കിയ ഹദീസൊക്കെയാണ്. അല്ലാതെ ഇയാൾക്ക് എന്താൻ കഴിയില്ല, അഹ്ലുസുന്നയുടെ ഇമാമാരുണ്ടാക്കിയ ഒരു ഹദീസ് പോലും എടുക്കാനുള്ള തൗഫീഖ് അള്ളാൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടേണ്ടതാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾക്ക് വിശദീകരണം നൽകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയാണ്. ഈ ഹദീസുകൾ ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളക്ക് നുസൂൽ ഈസ എന്ന് പറഞ്ഞിട്ട് ഖിസ്സത്തു മസീഹ് ദജ്ജാൽ വ നുസൂൽ ഈസ എന്ന് പറഞ്ഞിട്ട് കിതാബ് തന്നെ ഉണ്ട്. അതിൽ ഹദീസുകൾ അദ്ദേഹം ഓരോന്നോരോന്നോരായിരുന്നു കൊണ്ടുവരുമ്പോൾ തന്നെ
അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട് ഈ ഹദീസുകളുടെ സനദുകൾ വ്യത്യസ്ത വഴികളിലൂടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു മുത്തവാത്തിറിൻ്റെ ദറജയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സനബി വരുന്ന രൂപം ഒക്കെ ഇൻഷാ അല്ലാഹ് മുസ്തദായ ഭാഗം വിശദീകരിക്കും. അപ്പോൾ ഈ സനബിയുടെ രൂപവും കോലവും അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മാത്രമല്ല ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ശത്രു, ആ ശത്രുവിനെ ഈസാ നബി അലൈഹി സ്വലാമാണ് വധിക്കുക. ഇവരെ പോലത്തെ ആളുകൾ പറയും ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല, അതൊരു മീഡിയ ആണ്, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയാണ്, ഒരു ഏക ഭാഗത്തിലൂടെ മാത്രം നോക്കിക്കാണുന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ കുറേ ആയത്തുകളും ഹദീസുകളും ഒന്നിച്ച് നിഷേധിച്ചാൽ മാത്രമേ ഈസാ നബി മരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഇതിൽ പിന്നെ തഫ്സീറിലുണ്ട്, എല്ലാ മുഫസ്സിറുകളും പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊന്നും ഒരു പരാമർശിക്കുക പോലും ചെയ്യാതെ എന്ത് ചെയ്യണത് മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും പിന്നെ വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഇത്തരം ആളുകളെയും അവരുടെ കുതന്ത്രങ്ങളൊക്കെ കരുതിയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഹദീസുകളുടെ ഒരു പിന്നെ പിൻബലത്തിലൂടെ വേണമല്ലോ ഇതൊക്കെ വിശദീകരിക്കാനും നമ്മളിതിൻ്റെ പിന്നിലുള്ള അഖീദ അത് നമ്മൾ ഉൾക്കൊള്ളാനും. അപ്പോൾ എന്താണ് ഹദീസുകൾ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇനി ഒരു മടങ്ങി വരവിനെ സംബന്ധിച്ചുമൊക്കെ എന്താണ് ഹദീസുകൾ പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ കാര്യത്തെപ്പറ്റി പിന്നെ പൊതുവായി മുസ്ലിങ്ങൾ ബോധമുള്ളവരാണ്. അതെ. കാരണം അന്ത്യനാളിൻ്റെ അടയാളങ്ങളെപ്പറ്റി അതിൻ്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കേട്ട് വന്നിട്ടുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും സംശയം ഉണ്ടാക്കിയാലല്ലാതെ അവർ സംശയത്തിലകപ്പെടേണ്ട ഒരവസ്ഥ അല്ല. അങ്ങനെ വ്യക്തമാണ് ഈ കാര്യം. ഇനി ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് എടുത്തെടുത്തൊക്കെ ഇത് ഏതൊക്കെ സ്വഹാബികളിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാമിയുടെ വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ പ്രധാനമാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഫഹാദിഹി അഹാദീസുൻ മുത്തവാത്തിറായിട്ടേ കാണുള്ളൂ. അഥവാ ഒരു പറ്റം ഒരുപാട് സ്വഹാബികളിലൂടെ വന്ന പിന്നെ ഹദീസുകളാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബി ഉമാമ റളിയല്ലാഹു അൻഹു, നവാസ് ബിൻ സമഅ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അതേപോലെ പിന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ സ്വഹാബികളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ത് അത്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസുകൾ എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് പറ്റുള്ളൂ, ഈ ഹദീസുകൾ തെളിവാകുള്ളൂ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഖുർആനും തിരിഞ്ഞിട്ടില്ല, ഇയാൾക്ക് ഇസ്ലാമും മനസ്സിലായിട്ടില്ല. അതാണ് ഇയാളെ എന്ത് കാര്യം നമ്മൾ നോക്കും. ഇപ്പോൾ ഇയാൾ ഖുർആനിൻ്റെ ഉള്ളർത്ഥം ആളുകൾക്ക് കൊടുക്കുന്ന ആളെന്നാണ് പറയൽ. ഓരോ ആയത്തിലും ശരിക്കർത്ഥം എന്താണ് കൊടുക്കുന്ന ആ പണിയാണ് ഞാൻ ചെയ്യണമെന്ന് പറയൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇയാൾ ചെയ്യേണ്ട പണി എന്തായിരുന്നു? ഇതല്ലായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ അയാൾ വമാ ഖതലൂഹു എന്നവിടെ ആയത്ത് ഓതുന്നുണ്ട്. ശരിക്ക് ആ ആയത്ത് ജൂതന്മാർക്കുള്ള മറുപടിയാണല്ലോ. കാരണം ജൂതന്മാരെന്ത് പറഞ്ഞു? ഈസാ നബി അലൈഹി സ്വലാമയെ കൊന്നു കുരിശിലേറ്റി എന്നാണ് ഓലെ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം ഇപ്പോൾ ഇയാൾ പ്രചരിപ്പിക്കണത് ജൂതന്മാർ ഇന്നും കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്? ഇയാൾ ഖുർആൻ ഓതി സ്ഥാപിക്കണത്. എന്നിട്ട് അതേ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു വമാ ഖതലൂഹു യഖീന, ഉറപ്പായും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഇങ്ങനെ അല്ലാഹ് പറഞ്ഞൊരു കാര്യത്തെ, അല്ലെങ്കിൽ ജൂതന്മാരുടെ ആ അന്ധവിശ്വാസത്തിന്, അവരുടെ തെറ്റായ ധാരണയ്ക്ക്, അവരുടെ ഊഹത്തിന് അല്ലാഹ് കൊടുത്ത മറുപടിയെ മറച്ചു വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്? ഖുർആനോട് ഈ അക്രമം കാണിക്കുന്നത്. ആണ് ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇനി മാത്രവുമല്ല, ഇപ്പോൾ സൂറത്ത് നിസായിൽ തന്നെ അല്ലാഹ് പറഞ്ഞു ഖബല മൗത്തിഹി, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മരണത്തിന് മുമ്പ് എന്നത് എപ്പോഴാണ്? അതൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ പറഞ്ഞൊരു കാര്യം വദാലിക യകൂന ഇൻദ ഇഖ്തിറാബി സാഅ വളുഹൂരി അലാമാത്തിഹാൽ കിബാർ. ഇത് അന്ത്യനാളിനോട് അടുപ്പിച്ചാണ്. അത് വലിയ അടയാളങ്ങൾ പ്രകടമാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ആയത്ത് ഖബല മൗത്തിഹി എന്ന ഈ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്
ഫൈന്നഹു തകാസറത്തിൽ അഹാദീസു സ്വഹീഹ ഫി നുസൂലിഹി അലൈഹിസ്സലാം ഫി ആഖിരി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ അവസാന നാളിൽ ഈസാ നബി അലൈഹി സ്വലാമയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഹദീസുകൾ ധാരാളമായിട്ടുണ്ട്. ഷെയ്ഖ് നാസിർ സാദ് റഹിമഹുല്ലാഹ് ലോകം കണ്ട ആധുനിക മഹാപണ്ഡിതനാണ്. വിശ്വാസകാര്യങ്ങളിലൊക്കെ ആഴത്തിൽ അറിവുള്ള പണ്ഡിതനാണ്. ഇനി അതുമല്ല, വൈന്നഹുല ഇൽമുൽ ലിസാ, ഖുർആൻ പറഞ്ഞതാണ് ഈസാ നബിനെ കുറിച്ച് കണ്ട് അദ്ദേഹം സാഅത്തിൻ്റെ ഒരു അറിവാണ് അല്ലെങ്കിൽ ഒരു അടയാളമാണ് എന്ന നിലയ്ക്ക് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഖുർആൻ തന്നെ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല എന്നത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇതൊക്കെ ഖുർആനിലുണ്ടായിട്ട് ആ പൊരുൾ ആൾക്കാർക്ക് കൊടുക്കാൻ ഇയാൾക്ക് നേരല്ല. ഇയാൾ കണ്ടൊരു പൊരുളുണ്ട്, അതിങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുക. അതെ, അവിടെയാണ് ഇയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ സ്വഹാബികളെ അതുപോലെ തന്നെ പ്രഗത്ഭരായ മുഫസ്സിറുകളെ പേര് പറഞ്ഞിട്ട് കബളിപ്പിക്കുക. അവിടെ ഷബീസുലായി സൂചിപ്പിച്ചു. ഇനി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലയൂഷിക്കന്ന അയ്യൻസില ഫീക്കും ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ നിങ്ങളിലേക്ക് വരിക എന്നത് വേഗത്തിലാണ്, ശരി പെട്ടെന്ന് തന്നെ നടക്കുന്ന സംഗതിയാണ്. കാരണം അന്ത്യനാൾ അത്രയും അടുത്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചൊരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു ഹക്കമൻ അദലൻ, അദ്ദേഹം ഇവിടെ നീതി നടപ്പിലാക്കും. അതേപോലെ കുരിശ് വിശ്വാസം അദ്ദേഹം തകർക്കും, പന്നികളെ കൊല്ലും. ഇവിടെ ജിസിയ അഥവാ ഇവിടെ പിന്നെ എന്താണ് പിന്നെ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ജിസിയ ഇവിടെ ജീവിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് നടപ്പിലാക്കേണ്ട കാര്യം നടപ്പിലാക്കും. അതേപോലെ ഒരാൾക്കും ധനം ആവശ്യമില്ലാത്ത വിധം ഇവിടെ ധനം നിറഞ്ഞൊഴുകും. ആരും സക്കാത്ത് സ്വീകരിക്കാൻ അങ്ങനത്തെ അവകാശങ്ങളൊന്നും അങ്ങനെ വരെ ആകും. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, പിന്നെ 10 അടയാളങ്ങൾ, ഇന്ന സാല തക്കൂന ഹത്താ തക്കൂന പിന്നെ ആഷറു ആയാത്ത്, 10 അടയാളങ്ങൾ സംഭവിക്കാതെ അന്ത്യനാൾ ഉണ്ടാവൂല എന്ന്. അവിടെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ പറ്റിയാണ് പിന്നെ ആ ഹദീസിൽ കാണാം. അതേപോലെ അദ്ദേഹം പിന്നെ ഫയംകുസുഫിൽ 40 സന, പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അന്നത്തെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി എന്ന ഹദീസ്. ആ ഹദീസിൻ്റെ അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം എവിടെയാണ് ഇത്ര വ്യക്തമാകുന്നൊരു കാര്യമാണ്. പിന്നെ ദമസ്കസിലാണ് വന്നിറങ്ങുക, മനാറത്തുൽ ബൈളാഹ് വെള്ളക്കൊട്ടാരത്തിൽ പിന്നെ വന്നിറങ്ങും എന്ന് പറഞ്ഞു. ഇമാം മഹദി ഇവിടെയുള്ള കാലമായിരിക്കും, നിസ്കാരത്തിൻ്റെ നേരായിരിക്കും. അദ്ദേഹത്തോട് ഇമാമിന് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഇല്ല, ഇവിടെ നടന്നു വരുന്ന രീതി അതാണ് ഇവിടെ. അപ്പോൾ ഇമാം മഹദി ഇമാമായി നിസ്കരിച്ച് അദ്ദേഹം മൗമുമായി നിസ്കരിക്കുന്ന അവസ്ഥ വരും. അതേപോലെ ലുദ്ധ കവാടത്തിങ്കിൽ വെച്ച് ദജ്ജാൽ എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്ത ഫിത്നയാണ്. ആ ഫിത്ന കൊല്ലപ്പെടുന്ന സമയം കൂടി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ വിഷയത്തിലാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഗണ്യതമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ജൂതന്മാർ കൊണ്ടു നടന്ന ഊഹത്തിന് വളരെ ഗണ്യതമായി ഖുർആൻ മറുപടി കൊടുത്ത് ബോധ്യപ്പെടുത്തിയൊരു കാര്യത്തെ പ്രത്യക്ഷ അർത്ഥങ്ങളും ചർച്ചകളും എടുത്തു കാട്ടിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഒരു വഞ്ചനയാണ്, സമൂഹത്തെ വഞ്ചിക്കലാണ്. അതിലാരും അകപ്പെടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും. പിന്നെ ഈ പറയപ്പെട്ട വ്യക്തി ഉണ്ടാക്കുന്ന ഷർറുകൾ അതിന് വലിയൊരു എന്താ പറയുക, അത്ര വലിയ വ്യൂവേഴ്സോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇത് വളരെയധികം അപകടകരമായൊരു പ്രവണതയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഖുർആനിനൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രചരണങ്ങളെ വിശ്വാസികൾ കരുതിയിരിക്കുക തന്നെ വേണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരെയും ഉണർത്തുകയാണ്, വിശ്വാസികളെ ഉണർത്തുകയാണ്.